ഇന്നെന്താ പതിവില്ലാതെ? ആ രഘുവോ, നീ എന്താടാ ഈ വഴിക്ക്? നിന്റെ ഗാർമെന്റ്സിന്റെ ഉദ്ഘാടനം പോലും ഇന്ദ്രനെ ഫോണിൽ വിളിച്ചാണല്ലോ പറഞ്ഞത്. ഇപ്പൊ പിന്നെന്താ ഇങ്ങോട്ട് വരാൻ തോന്നിയത്? വരാൻ ഇഷ്ടമുണ്ടായിട്ട് വന്നതല്ല, നിങ്ങൾ എന്നെ ഇങ്ങോട്ട് വരുത്തിച്ചതാ. ഞാൻ വരുത്തിച്ചെന്നോ? ഹാ, എനിക്ക് നിന്നെ കാണണമെന്ന് ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോടാ. മതി, നിർത്തി നിങ്ങളുടെ അഭിനയം. നിങ്ങൾ അനുവിന്റെ വീട്ടിൽ നിന്ന് എന്ത് ഗുണ്ടായിസാ കാണിച്ചത്? അവൾക്ക് ചോദിക്കാനും പറയാൻ ആരില്ലെന്ന് വിചാരിച്ചോ? ഓഹോ, അപ്പം അത് ചോദിക്കാൻ വന്നതാണല്ലേ? അല്ല, ഞാൻ അവിടെ പോകുന്നതിന് മുമ്പ് അനന്തമാഷിനെ വിളിച്ച് പറഞ്ഞതാണല്ലോ രഘു. എന്നിട്ട് അയാൾ ഇതുവരെ എന്നോട് ചോദിക്കാൻ വന്നില്ലല്ലോ. അമ്മാവനെ ഇങ്ങോട്ട് വരുത്തണ്ടെന്ന് വിചാരിച്ചാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇത്തരം കേസുകൾ മുട്ടാനേ അമ്മാവനെക്കാളും മിടുക്ക് എനിക്കാ. നിങ്ങൾ ചെന്ന് ഇന്ദ്രനെ വിളിക്കും. അമ്മയും മകൻ കൂടി ചേർന്നാണല്ലോ സദാചാരം ഗുണ്ടായിസം കാണിച്ചത്. ഓഹോ, അപ്പൊ കാര്യങ്ങളൊക്കെ നീ ശരിക്കും പഠിച്ചിട്ടാ വന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. ഇന്ദ്രൻ ആ സംഭവത്തിന് ശേഷം ഇവിടുന്ന് ഇറങ്ങിപ്പോയതാ. ചിലപ്പോ ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്. രഘു കയറിയിരിക്കേ. കണ്ടിട്ട് പോകാന്നേ, കേറി വാ. അല്ല, സത്യനുണ്ട് ഇവിടെ? ഇല്ലെന്നേ, സത്യനും ശ്യാമു എല്ലാവരും കൂടി ഇന്ദ്രനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയിരിക്കുക. അതെ, അവനൊരു അക്കടി പറ്റിയായിരുന്നു. അനുപമയുടെ വീട്ടില് സദാചാരക്കാരെയും കൂട്ടി വന്നില്ലേ ഒരു സുകുമാരി? അവളെ ഇന്ദ്രനെയും ഇന്ന് രാവിലെ പോലീസ് ഒരു ലോഡ്ജിൽ നിന്ന് പിടിച്ചു. അതും അനാശാസ്യത്തിന്. എന്തൊരു നാണക്കേടായെന്ന് നോക്കണേ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? സ്വന്തം മോനെതിരെ നിങ്ങൾ അപവാദം പറയാൻ തുടങ്ങിയോ? ഞാൻ ആരെ കുറിച്ച് അപവാദം ഒന്നും പറയാറില്ല രഘു. സത്യം മാത്രമേ പറയൂ. അത് പിന്നെ ആരുടെ മുഖത്ത് നോക്കി പറയൂ. പിന്നെ അനുപമയുടെ നടപ്പ് ശരിയല്ലെന്ന് ആ പ്രദേശവാസികൾ ആദ്യമേ എനിക്ക് മുന്നറിയിപ്പ് തന്നതാ. അങ്ങനെ ഒരു സൂചന ഇന്ദ്രനും കിട്ടിയിരുന്നു. സൂക്ഷിച്ച് സംസാരിക്കണം. വീട്ടിൽ നിന്ന് തെമ്മാടിത്തരം കാണിച്ചിട്ട് വീണ്ടും തന്നെ ന്യായീകരിക്കാൻ നോക്കുന്നോ? ആ പ്രദേശത്തുള്ള ആരാ നിങ്ങളോട് അനുവിനെ കുറിച്ച് ഇല്ലാത്ത കാര്യം പറഞ്ഞത്? അങ്ങനെ ഒരാളെ കാണിച്ചു തരാൻ പറ്റുമോ? പറ്റുമെന്ന്? ഒന്നിൽ കൂടുതൽ ആളുകൾ അവിടെ വന്നിരുന്നു രഘു. അവരെയൊക്കെ ഇന്ദ്രൻ അപ്പൊ തന്നെ കൈകാര്യം ചെയ്ത് വിട്ടു. എന്തിനാ? അനുപമയെ രക്ഷിക്കാൻ. അവനൊരു അഭിമാനമൊക്കെ ഇല്ല രഘു. ഒന്നുമില്ലെങ്കിലും കുറെ കാലം ഇന്ദ്രന്റെ ഭാര്യയായിട്ട് അനുപമ ജീവിച്ചവളല്ലേ. അങ്ങനെ അവൻ ആ കേസ് ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ അങ്ങ് ഒതുക്കി തീർത്തു. മതി, നിങ്ങൾ വായി തോന്നിയൊക്കെ വിളിച്ചു പറഞ്ഞ് ആടിന് പട്ടിയാക്കാൻ നോക്കണ്ട.